ശ്രീ അയ്യപ്പൻ എന്ന് പറയുന്ന ഒരു സിനിമ റിലീസ് ചെയ്യാൻ പോവുകയാണ്. വിഷ്ണു വെഞ്ഞാറമൂട് എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ സിനിമയുടെ സംവിധായകൻ എന്ന് പറയുന്നത്. അത്തരത്തിൽ വിഷ്ണു വെഞ്ഞാറമൂട് സംവിധാനം ചെയ്യുന്ന ഈ സിനിമയുടെ കഥ എന്താണെന്ന് അറിയണ്ടേ? ബാബരി മസ്ജിദ് ദിനത്തിൽ ശബരിമലയിൽ തീവ്രവാദികൾ ആക്രമണം നടത്തുന്നതാണ് ശ്രീ അയ്യപ്പൻ എന്ന് പറയുന്ന ഈ സിനിമയുടെ കഥ എന്ന് പറയുന്നത്. എങ്ങനെയുണ്ട് സിനിമയുടെ കഥ? നോക്കൂ, സമൂഹത്തിനിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുകയാണ് ഇത്തരം ആളുകൾ. മുസ്ലിമീങ്ങളെ സമൂഹത്തിൽ എത്രത്തോളം താറടിപ്പിക്കാൻ നോക്കാമോ അതിൻ്റെ എല്ലാ ശ്രമങ്ങളും ഇത്തരം ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. നോക്കൂ, ഈ സിനിമയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ പ്രസ് മീറ്റിൽ വെച്ചുകൊണ്ട് ഈ സംവിധായകൻ നടത്തിയ ചില പരാമർശങ്ങൾ ഒന്ന് കേട്ടു നോക്കാം. ടെററിസ്റ്റുകൾ ഡിസംബർ 6 ശബരിമല ആക്രമിക്കാൻ വരുന്നതാണ് നമ്മുടെ സബ്ജക്റ്റ്. ഇന്നലെ നമ്മൾ ശബരിമലയെ കുറിച്ചിട്ട് അല്ലെങ്കിൽ അയ്യപ്പനെ കുറിച്ചിട്ട് സ്റ്റോറി വന്നിട്ടില്ല, എനിക്ക് തോന്നുന്നു വന്നിട്ടില്ല. എല്ലാ അയ്യപ്പനെ കുറിച്ചുള്ള സിനിമകളും ഏതാണ്ട് ഒരേ പേറ്റേൺ തന്നെയാണ്. ഏറ്റവും അവസാനം അയ്യപ്പ രക്ഷിക്കുന്നു അങ്ങനെയൊക്കെയുള്ള നമ്മൾ സ്ഥിരം കണ്ടിട്ടുള്ള. അപ്പൊ അതിൽ നിന്ന് കുറച്ച് ഡിഫറെന്റ് ആയിട്ട് എങ്കിൽ കുറച്ച് ഫാമിലി ഓഡിയൻസിന് വേണ്ടിയിട്ടുള്ള എല്ലാ കമ്പനികളും ചേർത്ത് തന്നെയാണ് ചെയ്തേക്കുന്നത്. പക്ഷെ ആ ഒരു ടെററിസ്റ്റ് ഇപ്പൊ നമ്മുടെ പേഴ്സണൽ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്ന കുറെ കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പൊ ഡൽഹിയിൽ നടന്ന സ്ഫോടനം ഓക്കെ, അതൊക്കെ ഡിസംബർ 6 ആയിരുന്നു എന്നാണ് ന്യൂസിൽ നമ്മൾ കേട്ടിട്ടുള്ളത്. ഞങ്ങൾ 2 വർഷം മുമ്പ് സ്റ്റാർട്ട് ചെയ്തതാണ്. ഇത് തന്നെയാണ് നമ്മുടെ സബ്ജക്ട്. ഇതുവരെ അയ്യപ്പനുമായി ബന്ധപ്പെട്ടുകൊണ്ടിറങ്ങിയ സിനിമയിൽ നിന്നും വ്യത്യസ്തമായിക്കൊണ്ട് തന്നൊരു പ്രത്യേകതരമായ പാറ്റേൺ കഥയിലൊരു മാറ്റം കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്നാണ് ഈ സിനിമയുടെ കഥയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ സംവിധായകൻ പറഞ്ഞു വെക്കുന്നത്. സ്വാഭാവികമെന്നോണം ഈ സിനിമയിൽ ചിത്രീകരിക്കാൻ പോകുന്ന തീവ്രവാദികൾ, ടെററിസ്റ്റുകൾ അത് മുസ്ലിം നാമധാരികൾ തന്നെയായിരിക്കും. അല്ലെങ്കിലും അതങ്ങനെ തന്നെയാണല്ലോ. മുസ്ലിം നാമധാരികൾ മാത്രമാണ് തീവ്രവാദികൾ എന്ന് പറയുന്ന ഒരു കാലമാണല്ലോ ഇപ്പോൾ. കാരണം അവർ മാത്രമാണ് തീവ്രവാദ പ്രവർത്തനം നടത്തുന്നത്. മറ്റാരും അങ്ങനെ ഒരു പ്രവർത്തനം നടത്താറേയില്ല. ബാക്കിയുള്ളവരെല്ലാവരും നല്ല പിള്ളയാണ്. നോക്കൂ, നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഇവിടെ തീവ്രവാദം നടത്തുന്നവർ അത് ഏതു മതവിഭാഗത്തിൽപ്പെട്ട ആളുകളായിരുന്നാലും ശരി, അവരെല്ലാവരും തീവ്രവാദികൾ തന്നെയാണ്. അത് ഇന്ന സമുദായമെന്നോ ഇന്ന മതമെന്നോ അങ്ങനെയൊന്നും തന്നെയില്ല. തലയിൽ തലപ്പാവും താടിയുമായി നടക്കുന്ന ഏതെങ്കിലും ഒരു മുസ്ലിം നാമധാരിയാണ് ഇത്തരം പ്രവർത്തനം നടത്തുന്നത് എങ്കിൽ അവൻ തീവ്രവാദി തന്നെയാണ്. ഒരു തർക്കവുമില്ല, ഒരു സംശയമില്ല. അതുപോലെ തന്നെ ആ തീവ്രവാദം ചെയ്യുന്നവൻ അതൊരു കാഷായ വേഷധാരിയാണ് എന്നുണ്ടെങ്കിൽ അവനും തീവ്രവാദി തന്നെയാണ്. അതുപോലെ തന്നെ കുരിശുമാലയണിഞ്ഞ ഏതെങ്കിലും ഒരു പൗരോഹിത്യനാണ് ഇത്തരം ഒരു തീവ്രവാദം നടത്തുന്നത് എങ്കിൽ അവനും തീവ്രവാദി തന്നെയാണ്. അതുകൊണ്ട് തീവ്രവാദി പട്ടം അത് ഒരു മരത്തിലേക്ക് മാത്രം ചാർത്തപ്പെടുന്നതിനോട് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല. നോക്കൂ, ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടിട്ട് പതിറ്റാണ്ടുകൾ കഴിയുന്നു. ഇന്നേ വരെ ഈ ഒരു ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടതിന് ശേഷം കേരളത്തിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു നേതാക്കളോ ഏതെങ്കിലും ഒരു വ്യക്തികളോ ശബരിമല തകർക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും രംഗത്ത് വരുന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇന്നേ വരെ ഒരു മതനേതാക്കളോ ഒരു മതപണ്ഡിതന്മാരോ എന്തിനേറെ ഒരു സാധാരണ ഒരു മുസ്ലിം നാമധാരിയായ വ്യക്തി പോലും ഇന്നുവരെ ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടതുകൊണ്ട് ശബരിമല ഞങ്ങൾ തകർക്കും അല്ലെങ്കിൽ തകർക്കാനായി ആഹ്വാനം ചെയ്ത ഒരു വാർത്ത എവിടെയും കാണാൻ സാധിക്കില്ല. അത്തരമൊരു സമാധാനമായ ഒരു അന്തരീക്ഷം ഇവിടെ ഉണ്ടായിരിക്കെ ഈ സിനിമയുടെ സംവിധായകൻ ഇത്തരമൊരു കഥ ഇവിടെ കൊണ്ടുവന്നുകൊണ്ട് അത് സിനിമയാക്കി മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിൽ സമാധാനത്തോടുകൂടി ജീവിക്കുന്ന ഈ ഒരു നാട്ടിൽ വർഗീയ കലാപത്തിനും ഭിന്നതയ്ക്കുമുള്ള കോപ്പ് കൂട്ടാൻ ശ്രമിക്കുകയാണ്. നോക്കിവിടെ സംഘികൾക്ക് എന്തും ചെയ്യാം, അവർക്കെല്ലാത്തിനുമുള്ള അവകാശങ്ങളുണ്ട്. എന്നാൽ നേരെ മറിച്ച് ഏതെങ്കിലും ഒരു മുസ്ലിമായ വ്യക്തി അവൻ്റെ രാഷ്ട്രീയ നിലപാട് പറഞ്ഞു കഴിഞ്ഞാൽ, അവൻ്റെ അഭിപ്രായങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവനെ നിശ്ചലമാക്കുന്ന, അവൻ്റെ വാമൂടി കിട്ടുന്ന ഒരു പ്രവണതയാണ് കാലാകാലങ്ങളായി നമ്മുടെ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഷെയ്ൻ നിഗം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ അഭിനയിച്ച ഒരു സിനിമയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൽ ബീഫ് ബിരിയാണി, നിസ്സാരം ഒരു ബീഫ് ബിരിയാണി കടിക്കുന്ന രംഗം വെട്ടിമാറ്റണമെന്ന് പറഞ്ഞുകൊണ്ട് സെൻസർ ബോർഡ് അതിനെ വിലക്കേർപ്പെടുത്തിയ വാർത്ത ഒരുപക്ഷെ നമ്മളെല്ലാവരും കണ്ടു കാണും. നമുക്കറിയാം, ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന രാജ്യം കണ്ട ഏറ്റവും മികച്ച ആ ഒരു ഓപ്പറേഷന് നേതൃത്വം കൊടുത്ത സോഫിയ ഖുറേഷി എന്ന് പറയുന്ന മിടുമിടുക്കിയായ മുസ്ലിമായ ആ സഹോദരിയെക്കുറിച്ച് പോലും തീവ്രവാദിയുടെ സഹോദരി എന്നായിരുന്നു ഒരു BJPയുടെ മന്ത്രി പറഞ്ഞു വെച്ചത്. അത്തരത്തിൽ സംഘപരിവാറിനും കാസടക്കമുള്ള ക്രിസംഗികൾക്കും ഇവിടെ എന്തും പറയാം, എന്തും വിളിച്ചു പറയാം. പക്ഷേ നേരെ മറിച്ചൊരു മുസ്ലിമായ വ്യക്തി അവൻ്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അവനെ നിശബ്ദനാക്കാൻ ശ്രമിക്കുകയാണ്. നിങ്ങൾക്കറിയാം, അബ്ദുൽ നാസർ മഅദനി ഉസ്താദ് ഒരുപക്ഷെ മറ്റാരേക്കാളും ബാബരി മസ്ജിദ് വിഷയത്തിൽ വളരെയധികം ശക്തമായി പ്രതികരിച്ച, ശബ്ദമുയർത്തിയ, നിലപാടോടുകൂടി സംസാരിച്ച വ്യക്തിയായിരുന്നു അബ്ദുൽ നാസർ മഅദനി ഉസ്താദ്. അദ്ദേഹത്തിൻ്റെ ഒട്ടുമിക്ക പ്രഭാഷണങ്ങളിലും അദ്ദേഹം ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ എടുത്ത് സംസാരിക്കാറുണ്ട്. അദ്ദേഹം പോലും ഇന്നേ വരെ ഈ കാലയളവിനുള്ളിൽ ബാബരി മസ്ജിദ് തകർത്തതിന് പ്രതികാരമെന്നോണം ഏതെങ്കിലും ഒരു ക്ഷേത്രങ്ങളോ ശബരിമലയോ അയോധ്യ ക്ഷേത്രം തിരിച്ചും ആക്രമിക്കണമെന്നുള്ള ഏതെങ്കിലും ഒരു പ്രസ്താവന ഇറക്കിയത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? എന്നാൽ നേരെ മറിച്ച്
അദ്ദേഹം പറഞ്ഞത് ദേ ഇങ്ങനെയാണ്. ഈ മസ്ജിദ് പൊളിഞ്ഞ് കേരളത്തിലെ ഇന്ത്യയിലെ മുസ്ലിം മനസ്സുകൾ പ്രതിഷേധത്തിന്റെ രോഷാഗ്നി ആളിക്കത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലും ഞാൻ പ്രസംഗിച്ച പ്രസംഗത്തിന്റെ സീഡികൾ ഇന്നും കേൾക്കാൻ ഞാൻ വെല്ലുവിളിക്കുക. ഞാൻ എന്താ പറഞ്ഞത്? 1000 പള്ളികൾ തകർക്കപ്പെട്ടാലും മക്കളെ, ഒരു ക്ഷേത്രത്തിന്റെ മുന്നിൽ നിന്ന് ഒരു പിടി മണ്ണ് പോലും വാരി മാറ്റരുത് എന്നാ ഞാൻ പ്രസംഗിച്ചിട്ടുള്ളത്. അല്ലെന്ന് തെളിയിക്കാൻ പറ്റുമോ? കേരളത്തിൽ എവിടെങ്കിലും എന്റെ വേദിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടോ ക്ഷേത്രം തകർക്കാൻ പറഞ്ഞോ? ബാബരി മസ്ജിദ് തകർത്തതിന് പകരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന് കല്ലെറിയാൻ ഞാൻ പറഞ്ഞോ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? കേരളത്തിൽ എവിടെയെങ്കിലും ഞാൻ അങ്ങനെ പ്രസംഗിച്ചിട്ടുണ്ടോ? ഇല്ല. പിന്നെന്താ? രാജ്യത്തിന്റെ നാനാഭാഗത്ത് നടന്ന കലാപങ്ങളെപ്പറ്റി ഞാൻ പറഞ്ഞു. കണ്ടില്ലേ, 1000 പള്ളികൾ തകർക്കപ്പെട്ടാലും ഒരു ക്ഷേത്രത്തിലെ ഒരു പിടി മണ്ണ് പോലും വാരിയെടുക്കാൻ പാടില്ല. അതിനെത്രത്തോളം ബഹുമാനിക്കണം, ആദരിക്കണമെന്ന് പറഞ്ഞ വ്യക്തിയായിരുന്നു അബ്ദുൽ നാസർ മഅദനി ഉസ്താദ്. നമുക്കറിയാം, ബാബരി മസ്ജിദ് പൊളിച്ച ആ ഒരു സമയത്ത് രാജ്യം മൊത്തം വലിയ രീതിയിലൊരു ഭീതിജനകമായ ഒരു അവസ്ഥയുണ്ടായിരുന്ന സമയത്ത് കേരളത്തിലെ മുസ്ലിം സഹോദരങ്ങളോട് ബഹുമാന്യനായ പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ നടത്തിയ പ്രസ്താവന വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട വിഷയമായിരുന്നു. കേരളത്തിലെ ഒരൊറ്റ അമ്പലത്തിലെ ഓട് പോലും ഇളക്കാൻ പാടില്ല, എല്ലാവരും ക്ഷേത്രങ്ങൾക്ക് കാവൽ നിൽക്കണമെന്നുള്ളതായിരുന്നു പാണക്കാട് തങ്ങളുടെ ആ സമയത്തുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രസ്താവന. വലിയൊരു വർഗീയ കലാപം ആളിക്കത്താൻ മാത്രം വലിയൊരു അന്തരീക്ഷം നിലനിൽക്കുന്ന സമയത്താണ് പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ആ ഒരു മനോഹരമായ ഒരു ഇടപെടൽ ആ കാലത്തുണ്ടാകുന്നത്. അത് പിന്നീട് രാജ്യത്ത് വലിയ രീതിയിൽ സമാധാനമുണ്ടാകാൻ കാരണമായി മാറി. നിങ്ങൾ നോക്കൂ, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, അദ്ദേഹത്തിൻ്റെ പ്രസ്താവന എന്തായിരുന്നു? ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയുടെ വിധി വന്നതിന് ശേഷം അദ്ദേഹം നടത്തിയ പ്രസ്താവന ദേ ഇങ്ങനെയായിരുന്നു. കോടതിയെ മാനിക്കൽ എല്ലാ പൗരനും ആവശ്യമാണ്. ആ നിലക്ക് ഞങ്ങൾ കോടതിയെ മാനിക്കുന്നു, അംഗീകരിക്കുന്നു. അതേസമയം ആർക്ക് വിജയമുണ്ടായാലും ആർക്ക് പരാജയമുണ്ടായാലും വിജയം കിട്ടിയവർ ആഹ്ലാദിക്കുകയോ പരാജയപ്പെട്ടവർ കുഴപ്പമുണ്ടാക്കുകയോ ചെയ്യരുത് എന്ന് ഞങ്ങൾ ഇതിൻ്റെ മുമ്പ് തന്നെ പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. കേരളത്തിൽ മാത്രമല്ല, ഡൽഹിയിലും മറ്റെല്ലാ സ്ഥലങ്ങളിലും ആ പ്രസ്താവന ഞങ്ങൾ അറിയിച്ചിട്ടും ഉണ്ട്. എല്ലാവരും ഇന്ത്യ രാജ്യത്ത് സമാധാനമുണ്ടാവാൻ പരിശ്രമിക്കണം. ബാബരി മസ്ജിദിൻ്റെ പരാജയം അത് വലിയ സംഭവം തന്നെ ഓരോ കക്ഷിക്കും ഉണ്ടാകുമെങ്കിലും അതിനേക്കാൾ ഇന്ത്യയുടെ സംരക്ഷണം, ഇന്ത്യയുടെ അഖണ്ഡത കാത്തു സൂക്ഷിക്കൽ, അതിനാണ് പ്രാധാന്യം നൽകേണ്ടത്. നോക്കൂ, ബാബരി വിഷയത്തിൽ സുപ്രീം കോടതിയുടെ വിധി വരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ആ ഒരു മനോഹരമായ പ്രതികരണമാണ് നിങ്ങളെല്ലാവരും കേട്ടത്. ഇവിടെ വേണ്ടത് രാജ്യത്തിൻ്റെ ഐക്യമാണ്, രാജ്യത്തിന് സമാധാനമാണ് ഉണ്ടാകേണ്ടത്, അതാണ് എല്ലാറ്റിലും പ്രധാനമെന്നായിരുന്നു ആ ഒരു വിഷയത്തിൽ അദ്ദേഹം പ്രതികരിച്ചത്. നോക്കി, ഇത്തരത്തിൽ കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന അണികൾ, നേതാവായി കാണുന്ന ആ മതപണ്ഡിതന്മാർ, മത നേതാക്കൾ പോലും വളരെയധികം മനോഹരമായ നിലപാടായിരുന്നു ഇക്കാര്യത്തിൽ സ്വീകരിച്ചത്. നിങ്ങൾക്കറിയാം, ഏതാനും ഒരു വർഷം മുമ്പ് അയോധ്യ ക്ഷേത്രത്തിന് ഭീഷണിയുമായി ചില ആളുകൾ രംഗത്ത് വന്നു. അയോധ്യ ക്ഷേത്രം തകർക്കുക മാത്രമല്ല, UP മുഖ്യമന്ത്രിയായ യോഗി ആദിത്യനാഥിനെ വധിക്കുമെന്നുകൂടി അന്ന് ചില ആളുകളെ ഭീഷണിപ്പെടുത്തി. ആ ഭീഷണിപ്പെടുത്തിയവരെ പോലീസ് പിന്നീട് പിടികൂടി. ആ പിടികൂടിയവർ താടി വെച്ചവരല്ല, തലപ്പാതിരിച്ചവരല്ല, ഏതെങ്കിലും മുഹമ്മദ് ആയിരുന്നില്ല, ജബ്ബാർ ആയിരുന്നില്ല, സുബൈർ ആയിരുന്നില്ല. ഇവിടെ വർഗീയതയും വിദ്വേഷവും ഉണ്ടാകാൻ ശ്രമിക്കുന്ന കുറച്ച് ഹിന്ദുത്വ തീവ്രവാദികളായിരുന്നു. ആ വാർത്ത നിങ്ങളെ ഞാനൊന്ന് കാണിക്കാം. ിലൂടെയാണ് ഇത്തരത്തിൽ വ്യാപകമായ രീതിയിൽ ഇത്തരത്തിലൊരു പ്രചാരണം ഉണ്ടായ. അയോധ്യ രാമക്ഷേത്രം ബോംബ് വെച്ച് തകർക്കും എന്നുള്ളതായിരുന്നു പ്രധാനമായുമുള്ള ഭീഷണി. ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് ക്ഷേത്ര സമിതി അടക്കം ഇതുമായി ബന്ധപ്പെട്ട് രംഗത്ത് വരികയും പോലീസിനെ വിവരം അറിയിക്കുകയും ചെയ്തു. പിന്നീട് ഉത്തർപ്രദേശ് ടാസ്ക് ഫോഴ്സ് നടത്തിയ അന്വേഷണത്തിലാണ് 2 പേരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. തഹർ സിംഗ്, ഓം പ്രകാശ് ഗോണ്ട സ്വദേശികളാണ്. സമൂഹ മാധ്യമങ്ങളിലൂടെ ഒരു വ്യാജ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് അതിലൂടെ ഇത്തരത്തിൽ പ്രചാരണം നടത്തുകയായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. തഹർ സിംഗ് ആയിരുന്നു അതിന്റെ പിന്നിൽ. അതിന് ഈ ഓം പ്രകാശ് മിശ്രയുടെ സഹായമുണ്ട്. 2 പേരും പാരാമെഡിക്കൽ സ്റ്റാഫുകളാണ്. ഈ സന്ദേശത്തിൽ UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ വകവരുത്തും എന്നുള്ളതും ഈ സന്ദേശത്തിലുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇവരുടെ മുഖ്യമന്ത്രിയുടെ അടക്കമുള്ള നടപടികൾ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ അവഗണിച്ചുകൊണ്ട് വളരെ ഒരു പള്ളി നിന്ന സ്ഥലത്ത് ഒരു ക്ഷേത്രം കെട്ടിപ്പൊക്കുന്നു തുടങ്ങിയ ആക്ഷേപങ്ങളൊക്കെ തന്നെ ഈ സന്ദേശത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് പോലീസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന. എന്തായാലും 2 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഭീഷണി സന്ദേശങ്ങളുടെ പശ്ചാത്തലത്തിൽ അയോധ്യയിൽ സുരക്ഷയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഏതാണ്ട് 5 ലെയർ സുരക്ഷയാണ് ഈ പ്രതിഷ്ഠാ ദിനം നടക്കുന്ന ക്ഷേത്രത്തിന് ചുറ്റുമായി നിശ്ചയിച്ചിരിക്കുന്നത്. ഇനി നിങ്ങൾ പറയൂ, ആരാണ് ഇവിടെ വിഭാഗീയതയും ഭിന്നിപ്പും വർഗീയതയും ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്? നോക്ക്, കേരളത്തിലെ മതപണ്ഡിതന്മാരടക്കം മതനേതാക്കളടക്കം എല്ലാവരും ഇവിടെ സമാധാനമാണ് വേണ്ടത്, ഇവിടെ എല്ലാവരും സമാധാനത്തോടുകൂടിയാണ് ജീവിക്കേണ്ടത് എന്നുള്ള നിലപാട് ഈ ഒരു വിഷയത്തിൽ പറഞ്ഞു വയ്ക്കുമ്പോൾ, ഇവിടെ ഒരുവൻ ബാബരി മസ്ജിദ് തകർക്കപ്പെട്ട ദിവസത്തിൽ ശബരിമല ആക്രമിക്കാൻ ചില തീവ്രവാദികൾ എത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ടൊരു സിനിമയെടുത്ത് ഇവിടെ വിഭാഗീയതയും ഭിന്നിപ്പും ഉണ്ടാക്കാൻ,
മുസ്ലിമീങ്ങളോട് വെറുപ്പുണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതിൽ ഈ സംവിധായകൻ എന്ന് പറയുന്നവൻ പറഞ്ഞു വെക്കുന്നത് പോലെ ഇത് കേവലം ഈ സിനിമയ്ക്ക് വേണ്ടി തയ്യാറാക്കിയ ഏതെങ്കിലും വ്യത്യസ്തമായ ഒരു പ്ലോട്ടല്ല, ഒരു കഥയൊന്നുമല്ല. നേരെ മറിച്ച് അവൻ്റെ ഉള്ളിലുള്ള മുസ്ലിമീങ്ങളോടുള്ള അടങ്ങാത്ത വെറുപ്പും വിദ്വേഷം തന്നെയാണ് ഇത്തരമൊരു സിനിമയെടുക്കാൻ അവനെ പ്രേരിപ്പിക്കുന്നത് എന്നുള്ളത് നമുക്കെല്ലാവർക്കും വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും.